ഞാൻ സെബാസ്റ്റ്യൻ പോൾ, പാർലമെൻറ്റ് അംഗം. ഇന്ന് MP ആണ്. നാളെ എന്താകുമായി നമുക്കൊന്നും പറയാൻ കഴിയില്ല. നാളെക്കുറിച്ച് നമുക്കൊന്നും മുൻകൂട്ടി പറയാൻ കഴിയില്ലല്ലോ. പക്ഷേ ഈ സ്ഥാനത്ത് ഇരിക്കുമ്പോൾ കടന്നു വന്ന വഴികളെക്കുറിച്ച്, ഇന്നലകളെക്കുറിച്ച് നമുക്ക് ഓർമ്മിക്കാൻ കഴിയും. വാസ്തവത്തിൽ MP ആകണമെന്ന് എന്തെങ്കിലും ആഗ്രഹിച്ചിട്ടുണ്ടോ? പലപ്പോഴും ആ ചോദ്യം ഉണ്ടാകാറുണ്ട്. സത്യസന്ധമായി പറയുകയാണെങ്കിൽ അങ്ങനെയും ഒരു ആഗ്രഹം മനസ്സിലുണ്ടായിരുന്നു, പ്രത്യേകിച്ച് വിദ്യാർത്ഥിയായിരിക്കുമ്പോൾ. അന്ന് അതിപ്രഗത്ഭരായ പാർലമെൻറ്റ് അംഗങ്ങളുടെ, പ്രത്യേകിച്ച് പ്രതിപക്ഷ നിരയിൽ അവരുടെ സമുജ്വലമായ പ്രഭാഷണങ്ങളും പ്രകടനങ്ങളുമൊക്കെ കേട്ട് വളർന്ന ഒരു രാഷ്ട്രീയ വിദ്യാർത്ഥി എന്ന നിലയിൽ ഇന്ത്യൻ പാർലമെൻറ്റിൽ ഒന്ന് ഇരിക്കാൻ കഴിഞ്ഞാൽ അങ്ങനെയും ഒരു ആഗ്രഹം വളരെ നിഗൂഢമായി മനസ്സിൽ സൂക്ഷിച്ചിട്ടുണ്ട്. പക്ഷെ അതിനേക്കാളൊക്കെ ഉപരിയായി എക്കാലത്തും എനിക്ക് വാസ്തവത്തിൽ ഓർമ്മ വെച്ച കാലം മുതൽ എന്ന് തന്നെ പറയട്ടെ, ഞാൻ ആഗ്രഹിച്ചത് ഒരു പത്രപ്രവർത്തകൻ അല്ലെങ്കിൽ ഒരു പത്രാധിപർ ആകണം എന്നുള്ളതായിരുന്നു. അതും ആയിട്ടുണ്ട്. ഇന്ത്യയിലെ ഏറ്റവും പ്രശസ്തമായ ഇംഗ്ലീഷ് ദിനപത്രത്തിൽ ഇന്ത്യൻ എക്സ്പ്രസ്സിൽ 7-8 കൊല്ലക്കാലം നന്നായി ജോലി ചെയ്യുന്നതിനുള്ള അവസരം ലഭിച്ചു. ധാരാളം പത്രങ്ങളിൽ എഴുതുന്നതിന്, കോളംനിസ്റ്റായി പംക്തികൾ എഴുതുന്നതിന് എല്ലാം അവസരം കിട്ടിയിട്ടുണ്ട്. ഞാൻ ഒട്ടും ആഗ്രഹിക്കാതെ ചില പ്രവർത്തന മേഖലകളിലേക്ക് കടന്നു ചെന്നിട്ടുണ്ട്. അതാണ് അഭിഭാഷക വൃത്തി. ഞാൻ നിയമം പഠിച്ചത് നിയമത്തോടുള്ള താല്പര്യ നിമിത്തം മാത്രമായിരുന്നു. പക്ഷേ ഒരു ഘട്ടത്തിൽ പത്രപ്രവർത്തകൻ അല്ലാതായ ഒരു സന്ദർഭത്തിൽ അഭിഭാഷകനായി എൻറോൾ ചെയ്തു. കേരള ഹൈക്കോടതിയിൽ 16 വർഷക്കാലം അഭിഭാഷകനായി പ്രവർത്തിച്ചു. അങ്ങനെ എവിടെയൊക്കെ എന്തൊക്കെ ചെയ്തു എന്ന് ചോദിച്ചാൽ കൃത്യമായി ഒരു ബയോഡാറ്റ എഴുതാൻ കഴിയാത്ത രീതിയിൽ, അല്ലെങ്കിൽ വളരെ സമൃദ്ധമായി വിവരങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു ബയോഡാറ്റ എഴുതാൻ കഴിയുന്ന രീതിയിൽ നിരവധി ജീവിത മേഖലകളിലൂടെ കടന്നു പോരാൻ അവസരം ലഭിച്ചു. അതെല്ലാം അനുഭവങ്ങളാണ്. ആ അനുഭവങ്ങളിലൂടെയാണ് ഞാൻ ഇന്ന് ഈ നിലയിൽ ഞാനായി തീർന്നിരിക്കുന്നത്. വാസ്തവത്തിൽ അങ്ങനെ ഒഴുകി നടക്കുന്ന ജീവിതം അഭികാമ്യമല്ല എന്നാണ് എല്ലാവരും ഉപദേശിക്കാറുള്ളത്. റോളിംഗ് സ്റ്റോൺ ഗ്യാതേഴ്സ് നോ മോസ് എന്നൊക്കെയാണ് നമ്മളെ സ്കൂളിൽ പഠിപ്പിച്ചിട്ടുള്ളത്. പക്ഷേ എല്ലാ കാലത്തും എന്തുകൊണ്ടോ ഒരു റോളിംഗ് സ്റ്റോൺ ആകുന്നതിൻ്റെ ഒരു കാൽപ്പനിക ആകർഷണീയത അതെൻ്റെ മനസ്സിലുണ്ടായിരുന്നു. ജീവിതവും അങ്ങനെ തന്നെയായി തീർന്നു. അതുകൊണ്ട് നിരവധി പ്രവർത്തന മേഖലകളിൽ വ്യാപരിക്കുന്നതിന്, ചെറുതും വലുതുമായി അവിടെയൊക്കെ ചില സംഭാവനകൾ നൽകുന്നതിനുള്ള അവസരം കിട്ടി. പലപ്പോഴും ഇപ്പോൾ പറഞ്ഞാൽ അത്ഭുതം തോന്നുന്ന രീതിയിൽ സിനിമയ്ക്ക് വരെ ഞാൻ പാട്ടെഴുതിയിട്ടുണ്ട്, അഭിനയിച്ചിട്ടുണ്ട്, പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. ഞാൻ മലയാളത്തിൽ 10 പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. ഇപ്പോൾ ഇംഗ്ലീഷിൽ ഒരു പുസ്തകം എഴുതിയിരിക്കുന്നു. മാധ്യമ വിദ്യാർത്ഥികൾക്ക് സഹായകമായ ഒരു ഇംഗ്ലീഷ് പുസ്തകം ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. അങ്ങനെ എവിടെയൊക്കെയോ എന്തെല്ലാമോ ചെയ്തുകൊണ്ട് ആ അനുഭവങ്ങളിലൂടെ ഞാൻ ഇന്ന് ഇവിടെ എറണാകുളത്തെ ജനങ്ങളുടെ പ്രതിനിധിയായി, പാർലമെൻറ്റ് അംഗമായി നിങ്ങളുടെ മുന്നിൽ ഇരിക്കുന്നു. ഇത് സെയിൻറ്റ് ആൽബർട്ട്സ് ഹയർ സെക്കൻഡറി സ്കൂൾ. ഞാൻ പഠിച്ച വിദ്യാലയമാണ്. ഞാൻ പഠിക്കുമ്പോൾ ഇത് ഹയർ സെക്കൻഡറി അല്ല, ഹൈസ്കൂൾ ആയിരുന്നു. 10 വർഷം ഞാൻ ഈ വിദ്യാലയത്തിൽ പഠിച്ചു. ഞാൻ മാത്രമല്ല, എൻ്റെ പിതാവ്, അതിനുശേഷം എൻ്റെ മക്കൾ, അങ്ങനെ തലമുറകളായി ഞങ്ങൾ എറണാകുളത്തുകാർ പഠിക്കുന്ന 100 വർഷം പിന്നിട്ട ഒരു വിദ്യാലയമാണിത്. എനിക്ക് നിരവധി ജീവിതാനുഭവങ്ങളും അറിവും നേടിത്തന്ന ഒരു വിദ്യാലയമാണ് സെയിൻറ്റ് ആൽബർട്ട്സ്. വാസ്തവത്തിൽ ഇന്ന് ഞാൻ എവിടെ എത്തി നിൽക്കുമ്പോഴും വളരെ നല്ല മനസ്സോടെ, നിറഞ്ഞ മനസ്സോടെ, സന്തോഷത്തോടെ ഓർമ്മിക്കുന്നതാണ് ആൽബർട്ട്സിൽ പഠിച്ച ദിവസങ്ങൾ. ഞാൻ പഠിക്കുന്ന കാലത്ത് സെയിൻറ്റ് ആൽബർട്ട്സ് ഈ മേഖലയിലെ ഏറ്റവും പ്രമുഖമായ വിദ്യാലയമായിരുന്നു. എല്ലാ രംഗങ്ങളിലും, പ്രത്യേകിച്ച് സ്പോർട്സിൽ, ഫുട്ബോളിൽ ഒക്കെ വളരെ മികവ് കാണിച്ചിരുന്ന ഒരു വിദ്യാലയമായിരുന്നു സെയിൻറ്റ് ആൽബർട്ട്സ്. അതോടൊപ്പം പഠനകാര്യങ്ങളിൽ നല്ല അധ്യാപകർ. ഈ വിദ്യാലയത്തിന് നേരെ മുൻപിൽ കാണുന്നതാണ് സെയിൻറ്റ് ആൽബർട്ട്സ് കോളേജ്. അവിടെയാണ് ഞാൻ 1 വർഷം പ്രീ യൂണിവേഴ്സിറ്റി പഠിച്ചു. അതിനുശേഷം 1 വർഷം അവിടെ MAക്ക് ശേഷം ഇംഗ്ലീഷ് അധ്യാപകനായി ജോലി ചെയ്തിട്ടുണ്ട്. ഈ സെയിൻറ്റ് ആൽബർട്ട്സ് കോളേജിന് തൊട്ട് അടുത്താണ് കേരളത്തിലെ തന്നെ ഏറ്റവും പുരാതനമായ ഒരു മുദ്രണാലയം ഉണ്ടായിരുന്നത്, IS പ്രസ്.
IS പ്രസിൽ ആ ബിൽഡിങ്ങിൽ നിന്ന് തന്നെയായിരുന്നു കേരള ടൈംസ് എന്ന ദിനപത്രവും ഇറങ്ങിയിരുന്നത്. അവിടെ ഞാൻ സ്കൂളിലേക്ക് വരുമ്പോഴെല്ലാം കണ്ടിരുന്നത് ആ പ്രസിലെ പ്രവർത്തനങ്ങൾ. ഒടുവിൽ ഞാൻ ആദ്യമായൊരു ലേഖനം അവിടെ എഴുതിയത്. പിന്നീട് ഏറെക്കാലം ഞാൻ അവിടെ പ്രവർത്തിച്ചു. ജേർണലിസത്തിലെ ആദ്യ പാഠങ്ങൾ ഞാൻ പഠിച്ചത് കേരള ടൈംസിൽ നിന്നായിരുന്നു. അങ്ങനെ ഈ മേഖലയിൽ നിൽക്കുമ്പോൾ എന്നെ ഒരു നല്ല വിദ്യാർത്ഥിയായി, ഒരു ഗവേഷകനായി, പത്രപ്രവർത്തകനായി, പൊതുപ്രവർത്തകനായി എല്ലാം മാറ്റിയെടുത്ത ഒരു മേഖലയിലാണ് ഇപ്പോൾ വർഷങ്ങൾക്ക് ശേഷം ഞാനിവിടെ വന്നു നിൽക്കുന്നത്. ഞാൻ ഈ വിദ്യാലയത്തിൽ ആദ്യമായി വരുന്നത് 1951-ലാണ് 1-ാം ക്ലാസ്സിൽ വന്നു ചേരുന്നത്. വളരെയേറെ മാറ്റങ്ങൾ ഇപ്പോൾ സംഭവിച്ചു കഴിഞ്ഞിരിക്കുന്നു. അന്ന് ഉണ്ടായിരുന്നതിൻ്റെ ഒരു അവശിഷ്ട അല്ലെങ്കിൽ എന്ന് പറയാവുന്നത്, അല്ലെങ്കിൽ ആ ഓർമ്മിക്കാവുന്നത് ഈ മുൻവശത്ത് നാം കാണുന്ന ഈ 2 മന്ദിരങ്ങളാണ്. ഇവിടെ പുറകുവശത്ത് കാണുന്ന മിക്കവാറും കെട്ടിടങ്ങളൊക്കെ പൊളിച്ച് രണ്ടാമത് പണിത് കഴിഞ്ഞു. പക്ഷേ വിശാലമായ മൈതാനം ഇപ്പോഴിവിടെ നിലനിൽക്കുകയാണ്. ഞങ്ങൾക്ക് ഇൻ്റർവെൽ സമയത്തും ഒക്കെ അല്ലെങ്കിൽ വൈകുന്നേരങ്ങളിൽ ആ മൈതാനത്ത് കുട്ടികൾ ധാരാളമായി കളിച്ച് വളർന്നിരുന്നു. ഞാൻ കളിയിലന്ന് പിന്നോക്കമായിരുന്നു, സ്പോർട്സിൽ എനിക്ക് താല്പര്യമുണ്ടായിരുന്നില്ല. പക്ഷേ ഇവിടെ പഠിക്കുന്ന കുട്ടികൾ ഈ മൈതാനത്ത് കളിച്ച് കൂടിയാണ് വളർന്നു വന്നിരുന്നത്. കളിക്കുന്നതിനും പഠിക്കുന്നതിനും പാഠ്യേതര വിഷയങ്ങളിൽ വ്യാപരിക്കുന്നതിനും ഒക്കെ സൗകര്യങ്ങൾ ഉണ്ടായിരുന്ന ഒരു വിദ്യാലയമായിരുന്നു ഇത്. ഞങ്ങൾക്കിവിടെ ഭാഷ സാഹിത്യ സമാജം ഉണ്ടായിരുന്നു, ലിറ്റററി ക്ലബ്ബ് ഉണ്ടായിരുന്നു, പ്രസംഗ മത്സരങ്ങളുണ്ടായിരുന്നു. സർവോപരി അക്കാലത്ത് ഒരു വിദ്യാലയത്തിലും ഇല്ലാതിരുന്ന രീതിയിൽ അച്ചടിച്ച ഒരു മാസിക തന്നെ ഇവിടെ വന്നിറങ്ങിയിരുന്നു. ആൽബർട്ടിയൻ, കൈയെഴുത്ത് മാസികയല്ല, അച്ചടിച്ചിറങ്ങിയിരുന്ന ഒരു മാസിക. ഞാൻ ആദ്യമായി എൻ്റെ ഒരു ലേഖനം എൻ്റെ പേര് വെച്ച് അച്ചടിച്ചു വരുന്നത് ആ വിദ്യാലയ മാസികയിലാണ്. അങ്ങനെ ധാരാളം കാര്യങ്ങളുമായി നമ്മെ പരിചയപ്പെടുത്തുന്നതിന്, പുതിയ പുതിയ അനുഭവങ്ങളും ആഗ്രഹങ്ങളും നമ്മിൽ സൃഷ്ടിക്കുന്നതിന്, അല്ലെങ്കിൽ പ്രചോദനവും പ്രേരണയും നൽകുന്നതിന് ഒക്കെ സഹായിക്കുന്ന നല്ല അധ്യാപകരും അക്കാലത്ത് ഇവിടെ ഉണ്ടായിരുന്നു. ആൽബർട്ട്സിൽ ഒരു വർഷം പഠിച്ചതിന് ശേഷമാണ് ഞാൻ മഹാരാജാസ് കോളേജിലേക്ക് പോകുന്നത്. മഹാരാജാസ് കോളേജിലാണ് BA-യും അതിനുശേഷം MA-യും പഠിച്ചത്. ആ 5 വർഷം വാസ്തവത്തിൽ ഇതിനേക്കാളൊക്കെ വിലപ്പെട്ട അനുഭവങ്ങൾ എനിക്ക് നൽകിയ 5 വർഷമാണ്. കാരണം മഹാരാജാസ് കോളേജ് സ്വാഭാവികമായും കേരളത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിൽ നിന്നുള്ള കുട്ടികൾ വന്ന് പഠിച്ചിരുന്ന ഒരു കോളേജ്. അങ്ങനെ കേരളത്തെക്കുറിച്ച്, വിവിധ പ്രദേശങ്ങളിലെ മലയാളികളുടെ ജീവിത രീതികളെക്കുറിച്ച്, അവരുടെ പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഒക്കെ മനസ്സിലാക്കുന്നതിന് ഒക്കെയുള്ള അന്തരീക്ഷം ഒരുക്കിത്തന്ന, നമ്മുടെ മനസ്സിനെ വല്ലാതെ ഒന്ന് വിപുലീകരിച്ച, വളർത്തിയെടുത്ത ഒരു കലാലയമാണ് മഹാരാജാസ് കോളേജ്. അപ്പോൾ മഹാരാജാസിലേക്ക് ചെല്ലുകയാണെങ്കിൽ അവിടെ നിന്ന് ലഭിച്ചിട്ടുള്ള അനുഭവങ്ങളും അവിടെ നിന്ന് ലഭിച്ചിട്ടുള്ള അറിവും സമ്പത്തും അതൊക്കെ അളവറ്റതാണ്. അതിനൊരു മൂല്യം നിർണ്ണയിക്കാൻ കഴിയാത്ത രീതിയിൽ അതിപ്രഗത്ഭരായ അധ്യാപകർ, സാനു മാസ്റ്റർ ഉൾപ്പെടെയുള്ള അധ്യാപകർ നൽകിയിട്ടുള്ള അറിവ്, അവർ നമ്മുടെ മനസ്സിൻ്റെ ചക്രവാളങ്ങളെ വികസിപ്പിക്കുന്നതിൽ അവർ വഹിച്ചിട്ടുള്ള വലിയ പങ്ക്. അങ്ങനെ വാസ്തവത്തിൽ എറണാകുളത്തിന് പുറത്ത് വിദ്യാഭ്യാസം നടത്തുന്നതിനുള്ള അവസരം കിട്ടിയിട്ടില്ലെങ്കിലും എറണാകുളം കൊണ്ട് തന്നെ ഈ സെൻറ്റ് ആൽബർട്ട്സ് കോളേജ്, മഹാരാജാസ് കോളേജ്, ഗവൺമെൻറ് ലോ കോളേജ്, കൊച്ചിൻ യൂണിവേഴ്സിറ്റി, അങ്ങനെ ഇത്രയും സ്ഥാപനങ്ങളിൽ മാത്രം പഠിക്കുന്നതിന് അവസരം കിട്ടിയ ഒരു വ്യക്തി എന്ന നിലയിൽ പ്രത്യേകിച്ച് ഒരു പോരായ്മ എനിക്ക് തോന്നാത്തത്, അക്കാലത്ത് നല്ല വിദ്യാഭ്യാസം നൽകാൻ, അത് സ്വകാര്യ മേഖലയിലുള്ള വിദ്യാലയമായാലും സർക്കാർ ഉടമസ്ഥതയിലുള്ള കോളേജ് ആയാലും അവിടെയൊക്കെ നല്ല വിദ്യാഭ്യാസം ലഭിക്കുന്നതിന് അല്ലെങ്കിൽ അതിനെ സഹായിക്കുന്ന നല്ല അധ്യാപകർ അങ്ങനെ ഒരു കാലം എറണാകുളത്ത്, കൊച്ചിയിൽ ഉണ്ടായിരുന്നു. അതിൻ്റെ പൂർണ്ണമായ പ്രയോജനം അനുഭവിക്കാൻ, ആ പ്രയോജനത്തോടെ വളർന്നു വരാൻ അവസരം കിട്ടിയ ഒരു വ്യക്തി കൂടിയാണ് ഞാൻ താഴ്ന്ന ക്ലാസ്സുകളിലൊക്കെ പഠിക്കാൻ വളരെ സമർത്ഥനായിരുന്നെങ്കിലും ഹൈസ്കൂളിലെത്തിയപ്പോൾ സയൻസ്, മാത്തമാറ്റിക്സ് 2 വിഷയങ്ങൾ എനിക്ക് വലിയ ബുദ്ധിമുട്ടായി. അത് 2 എങ്ങനെ പഠിക്കും എന്നാലോചിച്ചിരിക്കുമ്പോഴാണ് ചില യുവാവായ ഒരു അധ്യാപകൻ ഞങ്ങളുടെ ക്ലാസ് മുറിയിലേക്ക് 8-ാം ക്ലാസ്സിലേക്ക് വരുന്നത്. അദ്ദേഹത്തിൻ്റെ പേര് ഗോവിന്ദൻ മാസ്റ്റർ എന്നാണ്. അദ്ദേഹം ആണ് ബയോളജി വന്ന് പഠിപ്പിച്ചത്. ഞാനിപ്പോഴും ഓർമ്മിക്കുന്നു, പരീക്ഷ അടുക്കാറായ സമയത്താണ് അദ്ദേഹം വരുന്നത്. ഒരു 40 പേജിൻ്റെ നോട്ട് പുസ്തകത്തിൽ പഠിക്കേണ്ടതായ എല്ലാ കാര്യങ്ങളും വളരെ ലളിതമായ ഭാഷയിൽ അദ്ദേഹം പറഞ്ഞു തന്നു. അദ്ദേഹം സെയിൻറ്റ് ആൽബർട്ട്സിൽ 30 വർഷം അധ്യാപകനായിരുന്നു, റിട്ടയർ ചെയ്തു. പക്ഷേ ഇന്നും അദ്ദേഹം ഈ നഗരത്തിലെ പല വിദ്യാർത്ഥികൾക്കും അധ്യാപകനാണ്. ഇപ്പോഴും സജീവമായി അധ്യാപന രംഗത്ത് അദ്ദേഹം പ്രവർത്തിക്കുന്നുണ്ട്.
നമ്മൾ എൻ്റെ വിദ്യാലയത്തിൽ ചെന്നു ആ പഴയ അന്തരീക്ഷം പുതുക്കിയ അവസ്ഥയിൽ ആ പഴയ അധ്യാപകനെ കൂടി കാണാൻ കഴിഞ്ഞതിൽ എനിക്ക് സന്തോഷമുണ്ട്. എനിക്ക് പഴയ ഓർമ്മകളും പഴയ ആദരവും ഒരിക്കൽ കൂടി സാറിനെ അറിയിക്കാൻ കഴിഞ്ഞതിലും സന്തോഷമുണ്ട്. അധ്യാപക ശിഷ്യബന്ധം വാസ്തവത്തിൽ സുഗമമായി നിലനിൽക്കുന്ന ഒരു ചങ്ങലയാണ് ഞങ്ങൾ തമ്മിലുള്ള വാസ്തവം. അത് ജഗദീശ്വരൻ്റെ അനുഗ്രഹം കൊണ്ട് തുടർന്നു പോകുമെന്ന് വിചാരിക്കുന്നു. കാരണം ഇദ്ദേഹത്തിൻ്റെ മകനെ ഇപ്പോൾ ഞാൻ 10th സ്റ്റാൻഡേർഡിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനൊരു ഭാഗ്യം കൂടി എനിക്കോ മിസ്റ്റർ സെബാസ്റ്റ്യൻ പോളിനോ കിട്ടിയെന്ന് പറയുന്നതിൽ തെറ്റില്ല. ഇദ്ദേഹം പഠിച്ചിരുന്ന കാലത്ത് നല്ല വിനയമുള്ള, അച്ചടക്കമുള്ള, ഒരു കാര്യം പറഞ്ഞു കൊടുത്താൽ പെട്ടെന്ന് ഗ്രാസ്പ് ചെയ്യാൻ കഴിവുള്ള ഒരു ചൊറുചൊറുക്കുള്ള വിദ്യാർത്ഥിയായിരുന്നു എന്ന് എനിക്ക് ഇന്നും ഓർമ്മയുണ്ട്. അങ്ങനെയുള്ളൊരു വിദ്യാർത്ഥി അന്ന് ഞാൻ വിചാരിച്ചിരുന്ന പോലെ തന്നെ ഇന്ന് കേരളത്തിൻ്റെ ഒരു അഭിമാന ഭാജനമായി മാറിയിരിക്കുന്നു എന്നുള്ളത് ഒരധ്യാപകൻ എന്നുള്ള നിലയിൽ എനിക്ക് വളരെയേറെ സന്തോഷമുള്ള കാര്യമാണ്. തുടർന്നും നല്ല നല്ല നിലകളിലേക്ക് അദ്ദേഹം ഉയരുമെന്ന് എനിക്ക് വിശ്വാസമുണ്ട്. ഇത്രയും പ്രായമായെങ്കിലും ആ ഉന്നതിയിലേക്ക് കടന്നു പോകുന്നത് പോലും കാണാൻ എനിക്ക് ആഗ്രഹമുണ്ട് എന്ന് വേണ്ട, കൊതിയുണ്ട്. സാധിക്കുമെന്ന് ഞാൻ വിചാരിക്കും.